ഞാൻ നല്ലതുപോലെ ഫ്രഷ് ആയി. എന്നാ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാൻ ഞാൻ അതിനു വേണ്ടി ഇരിക്കുന്നേ. നീയാണോടാ ആദ്യം? പോടാ, പോയി വെയിറ്റ് ചെയ്യ്. അതും പോയി. ഇതൊട്ടും ശരിയല്ലട്ടാ. പോടാ പോടാ. ഒന്ന് മാറി. എന്റെ അമ്മോ, എന്റെ ഒരു കാര്യം. ഏയ് ഷോ കാമിനി, കാമിനി, കാമ്, കാമിനി, കാമ്, കമ്മ. എന്തോ ഭയങ്കര ടയർഡായിട്ടുണ്ട്. എന്താ ഇത്, ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് പോടാ. നാശം എല്ലാം നശിപ്പിച്ചു. എന്താടാ ധർമ്മ, എന്തായി? ആ പെണ്ണിന്റെ അടുത്ത് വീണ്ടും നീ സംസാരിച്ചോ? സംസാരിച്ചു. എന്ത് പറഞ്ഞു? വീണ്ടും എന്നെ അറിയില്ലെന്ന് പറഞ്ഞു. വീണ്ടും ചാറ്റ് ചെയ്തു. സുഖാണോ, എന്താ ചെയ്യുന്നേ, കഴിച്ചോ? നേരി കണ്ടാലോ ഒന്നും അറിയാത്ത പോലെ പാവം. എന്ത് ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? വേറെന്താ ചെയ്യണ്ടേ? അവസാനമായിട്ട് അവളുടെ തീരുമാനം എന്താന്ന് ചോദിക്കേ. അതെ ധർമ്മ, ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. ഫോണിൽ മാത്രം സംസാരിക്കും. നേരി കണ്ടാ നമ്മൾ ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകും. വീണ്ടും കാണുമ്പോ സംസാരിച്ച് നോക്ക്. തീർച്ചയായിട്ടും അവൾ സംസാരിക്കും. അല്ലെങ്കിൽ അവളങ്ങ് പോക്ക്. ശബ്ദങ്ങൾ ഉണ്ടാക്കിയ സ്നേഹത്തോടെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ചെയ്താലേ മനസ്സിലാവൂ. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ? മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി. എന്താടി നീ ഇങ്ങനെ? അത് ഞാനല്ലോ. നീ അല്ലെന്നോ? വീണ്ടും കള്ളം പറയുന്നോ? എന്ത് ധൈര്യം നിനക്ക്? ഞാനെന്താ മണ്ടനോ? വീണ്ടും അതേപോലെ പറഞ്ഞ കൊന്നുകളെ ഞാൻ ഇവിടെ വെച്ച് നിന്റെ പണി തീർത്ത് കളയും. ഞാൻ പറയുന്ന മാത്രം നീ കേക്ക്. നിന്നോട് ഞാൻ എന്താ ചോദിച്ചത്? പ്രേമിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ജീവിച്ച നിന്റെ കൂടെയാ, നീ എന്റെ കൂടെ മാത്രം. അതല്ലാതെ ഇല്ലെന്ന് പറഞ്ഞാടല്ലോ. ഇനി വേണ്ടെന്ന് പറയല്ലേ പൂജ. എന്റെ പേര് പൂജയെന്നല്ല, ചിത്രയെന്നാണ്. നീ എനിക്ക് പൂജയാണ്. നീ ഇനി തൊട്ട് പൂജയാണ്, ചിത്രയല്ല. ഇവിടെ ആരാ തെറ്റ് ചെയ്തേ? വെറുതെ ഇരുന്നവനോട് ഫോട്ടോ അയച്ച് ആശിപ്പിച്ചത് നീ. എന്താടാ കുട്ടാ, സുഖാണോ, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചാട്ടും ചെയ്ത് ഇപ്പൊ നേരി കണ്ടപ്പോ അറിയില്ലെന്നാണ് പറയുന്നത്. കരയരുത്. ഹലോ, ഇതാ വരാട്ടാ, ഇപ്പൊ വരാം. ഞാൻ വരുമ്പോഴത്തേക്ക് നിന്റെ തീരുമാനം മാറ്റിയേക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ... നീ അയച്ചത് നീ തന്നെ നോക്ക്. നോക്കടി. കണ്ടില്ലേ, ഇത് നിന്റെ ഫോട്ടോ തന്നെയല്ലേ?
നല്ലോണം നോക്ക്. നീ തന്നെ ഹായ് അയച്ച മെസ്സേജ്. നീ അടുത്തത് നോക്ക്. സുഖാണോ? കഴിച്ചോ? നീ എവിടെയാണ്? എന്തുവാ ചെയ്യുന്നേ? എല്ലാം നീ അയച്ചതാ. കണ്ണ് തുറന്ന് നോക്ക്. ഇന്ന് രാവിലെ അയച്ചത് കണ്ടില്ലേ? നീ കണ്ടോണ്ടിരിക്കേ. നോക്കടി, നിന്റെ കണ്ണും തുറന്ന് നോക്ക്. ഞാനിപ്പോ വരാം. ചേട്ടാ, ഈ ധർമ്മന്റെ അവസ്ഥ കണ്ട സത്യത്തിൽ പാവം തോന്നും അല്ലേ? എന്തിനാണ് നീ അങ്ങനെ പറയുന്നത്? അതെ, നമ്മൾ അവനെ ഇത്രയും പറ്റിച്ചിട്ടും ഇപ്പോഴും അവൻ നമ്മളെ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ എവിടെ നടാ അറിയാൻ പോകുന്നേ. എടാ, നീ ഓൺ ചെയ്യടാ. നല്ല പുതിയതുപോലെ വിടറാ. സോറി പൂജ, ഞാൻ ചെയ്തത് തെറ്റായി പോയി. നീ പോയിക്കോ. നീ പോ. പറയുന്ന മനസ്സിലാവുന്നില്ലേ പോവാൻ? എന്താടാ ധർമ്മ, 2 ദിവസമായിട്ട് ആളിനൊന്നും കാണുന്നില്ലോ. പുറത്തൊരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത. ശരി, ഈ എന്തായി നിന്റെ ലവ് ഒക്കെ? അതെനിക്ക് ശരിയാവില്ല, അതുകൊണ്ടാ സാർ ഞാൻ വിട്ടുകളഞ്ഞു. ആ, എന്തിനാടാ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? പെണ്ണിന്റെ പിന്നാലെ പോകുന്നത് ശരിയല്ല, അതുകൊണ്ടാ. എന്താടാ ധർമ്മ, ജീവന് തുല്യം സ്നേഹിച്ചതല്ലേ? പിന്നെന്താടാ ഇപ്പൊ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നേ? അവള് കാരണം എനിക്കാ പ്രശ്നം. അവളെ കണ്ടത് മുതൽ സമാധാനം ഇല്ലാതായി, അതുകൊണ്ടാ വേണ്ടാന്ന് വിട്ടുകളഞ്ഞ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഒന്നെല്ലാം നോക്കിക്കോളാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ശരിടാ, എന്നാ നീ പോയിട്ട് വാ. ആ, ഹായ്. എന്താ ധർമ്മൻ എന്നല്ലേ നിന്റെ പേര്? എന്ത് പറ്റി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? ഹലോ, നീ എന്താ ആളെ കളയേക്കാ? ഏയ് അല്ല, എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ വന്നതാ. എനിക്ക് സുഖം തന്നെയാ. വേറെ നോണ പറയല്ലേ. ഞാൻ എന്തിനു നുണ പറയണം? നീ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നോട് സംസാരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോ വേണമെങ്കിലും സംസാരിക്കാം. ധർമ്മ, ഒന്നവിടെ നിന്നേ. എന്നെ നിനക്ക് ഇഷ്ടായോ? ധർമ്മ, നീ എന്റെ ഫോട്ടോ കണ്ടിട്ട് എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടല്ലോ. നീ എന്നെ നല്ലതുപോലെ നോക്കൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിന്നെ വേണം ധർമ്മ.
താങ്ക് ഗോഡ്. ഞാൻ നിന്നെ മിസ് ചെയ്ത് പോകുമായിരുന്നു. അത് പിന്നെ ഐ റിയലി ലവ് യു. വേണ്ട പൂജ, ഫേസ്ബുക്കിൽ നിന്റെ ഫോട്ടോ കണ്ടിട്ട് നീ അയച്ചെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു ഞാൻ. എനിക്ക് അറിയുന്നവരാ നിന്റെ ഫോട്ടോ അയച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോറി പൂജ, നീ പോയിക്കോ. ഞാൻ പോവില്ല. ഞാൻ നിന്റെ ഒപ്പം തന്നെ കാണും. എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറിയതിന് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇതിനെല്ലാം കാരണം അവന്മാരാ. അവര് വേണമെങ്കിൽ നിനക്ക് കൊള്ളൂലാത്തവരായിരിക്കും, പക്ഷെ എനിക്ക് നല്ലവരാ. അല്ലെങ്കിൽ നീ എനിക്ക് ലഭിക്കുമായിരുന്നില്ലല്ലോ. ഐ ലവ് യു.